ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് 2 രൂപ കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഫ്ലവർ എംബ്രോയ്ഡറി ഡിസൈനാണ്. അതിനായിട്ട് നമ്മൾ ഹൂപ്പിലേക്ക് തുണി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 രൂപ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ആദ്യം ഈ 2 രൂപയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ 2 പോയിൻ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 8 പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഇടയ്ക്കിടയ്ക്കും കൂടി കുറച്ച് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ഒരു റൗണ്ട് പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിൻ്റെ റോസ് കളറിലുള്ള നൂലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഓരോ പോയിൻറ്റിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ പോയിൻറ്റിൽ കൂടി സൂചി മുകളിലേക്ക് പൊക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലേക്ക് കുത്തി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുക. എല്ലാ പോയിൻറ്റിൽ നിന്നും നടുക്കോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇത് എംബ്രോയ്ഡറി അറിയാൻ മേലാത്തവർക്കും കൂടി ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. ഡ്രസ്സിലൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ആ റൗണ്ട് ചുറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ഏതെങ്കിലും കളറിലുള്ള നൂല്, അല്ലെങ്കിൽ സെയിം കളറാണെങ്കിലും കുഴപ്പമില്ല. വേറെ കളറാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ലൈനിൻ്റെ കുറച്ച് താത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ താത്തി സൂചി മുകളിലേക്ക് പൊക്കി കൊടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത ലൈനിൻ്റെ അതേ സ്ഥലത്ത് തന്നെ സൂചി താത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് സൂചി ഇതുപോലെ പൊക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് സൂചി നടുക്കോട്ട് തന്നെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ചെയ്ത ലൈനില്ലേ, അതിൻ്റെ ഒപ്പം ഹൈറ്റ് വരാതിരുന്നാൽ മതി. കുറച്ചുകൂടെ താത്തി ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ആ 2 പോയിൻറ്റിൻ്റെയും നടുക്കൂടെ സൂചി വലിച്ചെടുത്ത് നടുക്കോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ചുറ്റിനും ചെയ്തെടുക്കാം. ഏറ്റവും നല്ലത് 2 കളറ് നൂല് തന്നെ എടുക്കുന്നതാണ്. സെയിം കളറാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഈ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന്. 2 കളറാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. രണ്ടും നല്ലപോലെ ചേരുന്ന കളർ തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് നടുക്കോട്ടൊരു ബീഡ് കുത്തി കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു വൈറ്റ് ബീഡാണ് എടുത്തിരിക്കുന്നത്. സൂചി ആ നടുക്കോട്ട് പൊക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുത്തി കൊടുത്ത ആ സ്ഥലത്ത് തന്നെ വീണ്ടും സൂചി താത്തി കൊടുക്കുക. താത്തി കൊടുത്തിട്ട് താഴെ വരുന്ന നൂല് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, ക്രാഫ്റ്റ് അതുപോലെയുള്ള വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.